തെക്ക് നിന്നും വടക്ക് നിന്നും ഓരോ തമ്പ്രാക്കൾ വന്നു. അപ്പനെയും അമ്മയെയും അവർ കഴുത്തിൽ കയറിട്ട് 2 മരങ്ങളോട് ചേർത്ത് കെട്ടി. ഇത് കണ്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് ഓടിയെത്തി. മൂത്ത കുട്ടിക്ക് മനസ്സിലായി തങ്ങളുടെ അപ്പനെയും അമ്മയെയും ആ തമ്പ്രാക്കൾ പണം കൊടുത്തു വാങ്ങിയിരിക്കുന്നു. ഇതൊരു കഥയല്ല, ചരിത്രമാണ്. കേരളത്തിൻ്റെ ചരിത്രം, അടിമത്വത്തിൻ്റെ, അടിമ വ്യാപാരത്തിൻ്റെ, കൊടും ക്രൂരതയുടെ കേരള ചരിത്രം. ഗുഡ് മോർണിംഗ്, ഞാൻ അഡ്വക്കേറ്റ് പ്രമോദ് കുമാർ. ഇന്നത്തെ വയലറ്റ് നിയമവിചാരത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കഥയല്ല, ഒരു ചരിത്രമാണ്. കരളലിയിപ്പിക്കുന്ന കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിലെ അടിമത്വത്തിൻ്റെയും അടിമ വ്യാപാരത്തിൻ്റെയും കൊടും ക്രൂരതകളുടെയും ചരിത്രം. എന്തുകൊണ്ടെന്നറിയില്ല, നമ്മുടെ ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് മലയാളി ചരിത്രകാരന്മാർ, മനഃപൂർവ്വം മറന്നുവെച്ച അല്ലെങ്കിൽ കണ്ണടച്ച അടിമ കച്ചവടങ്ങളുടെ കഥ. എന്തുകൊണ്ടായിരിക്കാം കേരള ചരിത്രം എഴുതിയവർ കേരളത്തിലെ അതിക്രൂരമായ അടിമ വ്യാപാരത്തെക്കുറിച്ചും അടിമ കച്ചവടത്തെക്കുറിച്ചും പറയാതിരുന്നത് അല്ലെങ്കിൽ മറച്ചു വെച്ചത്? ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന മറ്റൊരു കാര്യം, പഴയ ചരിത്രകാരന്മാർ എല്ലാവരും തന്നെ ഒരു ചരിത്രത്തിൻ്റെ വാൽ അവരുടെ പേരോടൊപ്പം സൂക്ഷിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ വാലിൽ നിന്നുകൊണ്ട് ചരിത്രത്തിലെ അടിമ കച്ചവടത്തെക്കുറിച്ച് പറയുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവർ പറയേണ്ടത് അവരുടെ പിതാമകന്മാരെ കുറിച്ചായിരുന്നു. അതുകൊണ്ടാവാം അവർ മനഃപൂർവ്വം ഈ കരളലിയിപ്പിക്കുന്ന ക്രൂരതയുടെ അടിമത്വത്തിൻ്റെ ചരിത്രം നമുക്ക് മുന്നിൽ മറച്ചു വെച്ചത്. കേരളത്തിൽ പണ്ട്, പ്രത്യേകിച്ച് അവർണ സമുദായങ്ങൾക്കിടയിൽ വിവാഹം നടക്കുമ്പോൾ 2 ഭാഗത്തെയും, അതായത് വരൻ്റെയും വധുവിൻ്റെയും ഭാഗത്തെ ബന്ധുക്കൾ വിവാഹത്തോടനുബന്ധിച്ച് തലപ്പേരും ഉൽപ്പവും ഇല്ലവും വിളിച്ചു പറയാറുണ്ട്. ഇതെന്തിനായിരുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ഒരു ക്രൂരതയുടെ ചരിത്രമുണ്ട്. നമ്മളെ ഏവരെയും ചിന്തിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന ഒരു ചരിത്രം. പണ്ട് തെക്ക് നിന്നും വടക്ക് നിന്നും ഓരോ തമ്പ്രാക്കൾ വന്നു. അവർ അപ്പനെയും അമ്മയെയും കഴുത്തിൽ കയറിട്ട് ഓരോ മരങ്ങളിലായി വലിച്ചു കെട്ടി. പിഞ്ചു കുഞ്ഞുങ്ങൾ ആർത്ത് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടിയെത്തി. മൂത്ത കുട്ടിക്ക് മനസ്സിലായി തങ്ങളുടെ അച്ഛനെയും അമ്മയെയും ആ തമ്പ്രാക്കൾ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. ഇനി അവരെ നമുക്ക് കിട്ടില്ല. അമ്മ മൂത്ത മകൻ്റെ കൈകളിൽ നിന്നും പാൽപ്പല്ല് പോലും മുളയ്ക്കാത്ത ഇളയ കുഞ്ഞിനെ മേടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് മുലപ്പാൽ നൽകി. അവന് അവസാനമായി ആ അമ്മ നൽകുന്ന മുലപ്പാൽ. അവൾക്കറിയാം ഇനി ഈ മുലപ്പാൽ കൊടുക്കാൻ ഇവൻ തന്നോടൊപ്പം ഉണ്ടാവില്ല എന്ന്. അച്ഛൻ ഇളയ മകനെ അടുത്തേക്ക് വിളിച്ചു. അവനെ ചേർത്ത് നിർത്തി മൂത്ത മകനോട് പറഞ്ഞു, മോനെ, കുടിലിൽ ചെന്ന് അവശേഷിക്കുന്ന വറ്റ് നീ എടുത്തു കൊണ്ടുവരിക. അവൻ കൊണ്ടുവന്ന വറ്റ് ചെറിയ ഉരുളയായി ആ 2ാമത്തെ മകന് നൽകി. അവസാനത്തെ ഉരുള മൂത്ത മകനും നൽകി. ആ അച്ഛൻ മൂത്ത മകനോട് പറഞ്ഞു, മകനെ, നമ്മുടെ ഇല്ലവും തലപ്പേരും ഉൽപ്പവും ഇതാണ്. നീ ഇത് നിൻ്റെ ഇളയത്തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ നീ ഇനി നോക്കണം. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആ അച്ഛൻ്റെ കണ്ണുകളിൽ നിന്നും ചുടുകണ്ണുനീർ ഒലിച്ചിറങ്ങിയിരുന്നു. അവിടെ കൂട്ടക്കരച്ചിലായി. ഇത് കണ്ട് തമ്പ്രാക്കന്മാർക്ക് ദേഷ്യം. അവർ കുട്ടികളെ ആട്ടി ഓടിച്ചു, നായ്ക്കുട്ടികളെ ഓടിക്കുന്നത് പോലെ. പിന്നീട് 2 നായ്ക്കളെ കഴുത്തിൽ തുടലിട്ട് കൊണ്ടുപോകുന്നത് പോലെ ആ അപ്പനെയും അമ്മയെയും കഴുത്തിൽ കയർ കെട്ടി 2 വശത്തേക്ക്, തെക്കേക്കും വടക്കേക്കും കൊണ്ടുപോയി. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വന്നാൽ ഇവർ ഏതെങ്കിലുമൊക്കെ തമ്പ്രാക്കൾക്ക് അടിമകളാകും. ഒരേ തമ്പ്രാന് അടിമകളാകാൻ ഒരു സാധ്യതയുമില്ല. ഇവർ വളർന്നു വന്നാൽ ഇവരിൽ സഹോദരങ്ങളിൽ തമ്മിൽ ഒരിക്കലും വിവാഹിതരാകുകയോ വിവാഹ ബന്ധങ്ങൾ സൂക്ഷിക്കുകയോ ചെയ്യാതിരിക്കാനാണ് അന്ന് പേരും ഉൽപ്പവും മക്കളോട് പറഞ്ഞു നൽകിയിരുന്നത്. നോക്കൂ, എത്ര ക്രൂരമായ ചരിത്രമായിരുന്നു നമ്മുടേത്. നമ്മുടെ ചരിത്രകാരന്മാർ എന്തുകൊണ്ടാണ് ഈ ചരിത്രം നമ്മളുടെ മുന്നിൽ മറച്ചു വെച്ചത്? നമ്മുടെ നാട്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും അമേരിക്കയിലും ഉണ്ടായിരുന്നതിനേക്കാളും ക്രൂരമായ അടിമത്ത വ്യവസ്ഥ നിലനിൽക്കുന്നു. അടിമ വ്യാപാരം ഇവിടെ സർവ്വസാധാരണമായി. തരിശുപ്പള്ളി ശാസനത്തിൽ പോലും അടിമ കച്ചവടത്തെക്കുറിച്ചും അടിമ വ്യാപാരത്തെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്.
ഈ അടിമക്കച്ചവടത്തിന് ഒരു മാറ്റം വരുവാൻ ആദ്യമായി ഒരു നിയമം പാസ്സാക്കപ്പെട്ടത് 1811 റാണി ലക്ഷ്മിബായി തിരുവിതാംകൂർ റീജൻ്റായി ഭരിക്കുമ്പോഴാണ്. അന്ന് അടിമത്ത നിരോധന നിയമം പാസ്സാക്കി. പക്ഷേ അതിൽ നിന്നും പറയനും പുലയനും കുറവനും പുറത്തായിരുന്നു. അവരെ അടിമക്കച്ചവടം നടത്താമായിരുന്നു. മലബാർ മേഖലകളിൽ അടിമക്കച്ചവടം നിരോധിക്കുന്നതിനായിട്ടുള്ള മുന്നേറ്റം തുടങ്ങിയത് 1700-കളിൽ ഡച്ച് കാലയളവിലാണ്. 1854 തിരുവിതാംകൂറിലും കൊച്ചിയിലും നിയമം മൂലം അടിമത്തം നിരോധിക്കുന്നത്. അതുവരെ ഇവിടെ അടിമത്തവും അടിമ വ്യാപാരവും നിറഞ്ഞു നിന്നു. ഏറ്റവും കൂടുതൽ അടിമ വ്യാപാരം കേരളത്തിൽ നടന്നത് ഡച്ചുകാരുടെ കാലയളവിലാണ്. അല്ലെങ്കിൽ കേരളത്തിലെ അടിമത്തത്തെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ച യൂറോപ്യന്മാർ ഡച്ചുകാരാണ്. അവർ ലക്ഷക്കണക്കിന് മലയാളി അടിമകളെ യൂറോപ്പിലേക്ക് പല ജോലികൾക്കായി കപ്പലുകളിൽ കയറിട്ട് കെട്ടി കൊണ്ടുപോയി. പ്രധാനമായും കൊച്ചിയിൽ നിന്ന് അടിമകളെ കൊണ്ടുപോയിരുന്നത് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പിലേക്ക്. അവിടെ വെച്ചായിരുന്നു പ്രധാന അടിമ വ്യാപാരം. അവിടെ നിന്നും വ്യാപാരത്തിന് ശേഷം കേരളത്തിലെ അടിമകൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. മൗറീഷ്യസ്, ഫിലിപ്പീൻസ്, ന്യൂസിലാൻഡ്, ഫിജി തുടങ്ങിയ രാജ്യങ്ങളിലെ മലയാളി ജനസംഖ്യ പലപ്പോഴും പരിശോധിച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. കേരളത്തിൽ നിന്നും 57% അടിമകളെ വാങ്ങിയിരുന്നത് യൂറോപ്യൻസാണ്. 11% അടിമകളെ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളും വാങ്ങിയിരുന്നു. ബാക്കിയുള്ളവരെ കൊച്ചി, തിരുവിതാംകൂർ, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലെയും മറ്റ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെയും സവർണരായിരുന്നു വാങ്ങിയിരുന്നത്. ഇത്തരത്തിൽ കച്ചവടത്തിൽ വാങ്ങപ്പെട്ട അടിമകളിൽ ഒരു കുടുംബത്തിൽപ്പെട്ടവർ പരസ്പരം കാണാതിരിക്കുവാൻ ഇവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഇത്തരം ഹീനമായ ഒരു ചരിത്രത്തെ എന്തുകൊണ്ടാണ് നമ്മുടെ മലയാള ചരിത്രകാരന്മാർ മറച്ചു വയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ അടിമ വ്യാപാരത്തെക്കുറിച്ച് പറയുവാനും അതിനെ നിരോധിക്കുവാനും വ്യക്തമായ നിയമങ്ങൾ ഉണ്ടാകുന്നതിന് വളരെയധികം താമസം നേരിടുന്നത്? ഇക്കാര്യമെല്ലാം നമ്മൾ ഇതോട് ചേർത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഡച്ച് കാലയളവിൽ ഡച്ച് പള്ളികൾ ആഴ്ചയിലെ 6 ദിവസവും അടിമകളെ കെട്ടിയിടുവാനുള്ള ഗോഡൗണുകളായിട്ടായിരുന്നു സൂക്ഷിച്ചിരുന്നത് എന്ന് പല ചരിത്രരേഖകളിലും കാണാം. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം പള്ളി ആരാധനയ്ക്കായി തുറന്നു കൊടുക്കുകയും ബാക്കി ദിവസങ്ങളിൽ അടിമകളെ കെട്ടിയിടാനുള്ള ഗോഡൗണുകളായി അന്ന് മാറ്റിയിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. നോക്കുക, ചരിത്രത്തിന് പലപ്പോഴും കണ്ണുകളില്ല, ചിലപ്പോൾ കാതുകളും. അതിനാൽ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമ്മളുടെ കണ്ണും കാതും തുറന്നു വെച്ച് ചരിത്രത്തെ വായിക്കുക. തിരുവിതാംകൂറിലെ ധർമ്മരാജാവിൻ്റെ കാലത്ത് ഇത്തരത്തിൽ അടിമക്കച്ചവടത്തിൽ അടിമകളുടെ വില ഇട്ടിരുന്നത് ഒരു മുതിർന്ന ആരോഗ്യവാനായ പുരുഷന് 250 പണമായിരുന്നു. ഒരു ആരോഗ്യവതിയായ മുതിർന്ന സ്ത്രീക്ക് 300 പണം വരെ ലഭിച്ചു. 12-നും 17-നും ഇടയിലുള്ള കുട്ടികൾക്ക് 95 പണം അടിമ വിലയായി കണക്കാക്കിയിരുന്നു. ചിലയിടങ്ങളിൽ അമ്മയെയും കുഞ്ഞുങ്ങളെയും ഒന്നിച്ച് വ്യാപാരം നടത്തി. അവിടെ കുട്ടികൾക്ക് 25 മുതൽ 30 പണം വിലയിടുന്നു. ഇത്തരത്തിൽ ആയിരുന്നു ധർമ്മരാജാവിൻ്റെ കാലയളവിൽ തിരുവിതാംകൂറിലെ അടിമ വില.